ഇനി നിയമസഭ വിജയമാണ് നേടിയത്. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം UDF ജയിക്കുകയാണ്. പക്ഷെ അതിന്റെ തൊട്ട് പിന്നാലെ കൊച്ചിയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ മേയർ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ മേയറുടെ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ നേതൃത്വത്തിന്റെ KPCCയുടെ അല്ലെങ്കിൽ അങ്ങയുടെയൊക്കെ അറിവോടെയാണോ ഈ കാര്യങ്ങൾ? അല്ല, അത്തരം കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് മേയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നു. DCC പ്രസിഡന്റ് ജനാധിപത്യപരമായ രീതിയിൽ ഏകപക്ഷീയമായി തീരുമാനം എടുത്തു, അല്ലെങ്കിൽ കൌൺസിലർമാരുടെ ഒരു അഭിപ്രായം തേടുന്ന സാഹചര്യം ഉണ്ടായില്ല, പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം നോക്കിയില്ല എന്നൊക്കെ. അല്ല, അത്തരം ആക്ഷേപങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഐക്യം വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം കേരളത്തിലുണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും പരമാവധി യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പക്ഷത്താണ് എന്റെ നിലനിൽപ്പ് കൃത്യമായിട്ട്. പിന്നെ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ KSU പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ 1987 കാലഘട്ടത്തിൽ അന്ന് എറണാകുളത്ത് പോകുമ്പോൾ മഹാരാജാസ് കോളേജിലെ ഒരു കൊച്ചുകുട്ടി, മഹാരാജാസ് കോളേജിൽ നിന്ന് KSUവിന് കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്ന് KSUവിന്റെ കൊടിയുമായി വന്ന് ഏറ്റവും ശക്തമായിട്ട് നിന്ന് അന്നു മുതൽ ഇന്നു വരെ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല, വിഷമമുണ്ടായിരുന്നു തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തു. ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു. പാർട്ടി തീരുമാനം അന്തിമമാണ് എന്തായാലും. അതിനകത്ത് എന്തെങ്കിലും അപാകതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി വേദികളിലാണ്. ആ പാർട്ടി വേദികളിൽ അത്തരം ചർച്ചകൾ ഉണ്ടാകട്ടെ. മറ്റൊരു സഭ എന്ന് ചിലർ സമ്മർദ്ദം ചെലുത്തി അതിന് പാർട്ടി അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കോൺഗ്രസിന്റേതായ രീതികളുണ്ട് തെരഞ്ഞെടുപ്പിൽ. ആ രീതികളൊക്കെ അനുസരിച്ച് കോൺഗ്രസിന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സമൂഹങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഒന്നിനോടും കടക്കു പുറത്തു എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. എല്ലാവരെയും ഉൾക്കൊള്ളും. അതാണല്ലോ കോൺഗ്രസിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാവരുടെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്താഗതികളും. അതുകൊണ്ട് കോൺഗ്രസിനോട് ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് മഹാപരാധമാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിയുടെ തലങ്ങളിൽ ആലോചിച്ച് എന്താണോ അന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പാർട്ടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. അത് അങ്ങനെ വ്യാഖ്യാനിച്ചു.